തോന്നുന്നോ? ഇനിയാണ് കഥ മാറാൻ പോകുന്നത്. കൂലി കൊടുക്കാൻ പോകുമ്പോൾ കഥ മാറാൻ പോവുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ജെയിനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമുക്ക് ചെറിയൊരു വചന സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ഈ സമയങ്ങളെല്ലാം ശുശ്രൂഷ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, ഒരു വചനപ്രഘോഷകരായിരിക്കാം, കൗൺസിൽ ശുശ്രൂഷകരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തെരുവിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, രോഗികളെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, ശുശ്രൂഷ ചെയ്യുന്ന ആരൊക്കെയാണെങ്കിലും ശരി, ദൈവം അവരെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച ദൈവമക്കളാണ് അവർ. നമുക്ക് ഒരു ചെറിയൊരു വചനഭാഗം നമുക്ക് വായിക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 1 മുതൽ തിരുവചനം പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വിട്ടുടുമ്പത്തിന് സദൃശ്യം. ദിവസം ഒരു ധനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവിടെ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറും 9-ാം മണിക്കൂറും പുറത്തിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവിടെ ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുകയും. ആമേ, ഹല്ലേലൂയ. ഒരു ശക്തമായ ഒരു സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. മുന്തിരിത്തോട്ടത്തിലേക്ക് കർത്താവ് ആദ്യം തന്നെ വ്യക്തമായി പറയുന്നു, ദിവസം ഒരു ധനാറ തരാം എന്നൊരു വലിയൊരു കരാറാണ് കൊടുക്കുന്നത്. അത് ദിവസത്തിൽ ഒരു ദിവസം നീ ജോലി ചെയ്താൽ നിനക്ക് ഒരു ധനാറ തരാമെന്ന്. അവർ സന്തോഷപ്രകാരം അവർ തൻ്റെ തൊഴിലേക്ക് പ്രവേശിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് കൊടുത്തു. പിന്നെ കർത്താവ് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചെങ്കിൽ വീണ്ടും അടുത്ത മണിക്കൂറിൽ നോക്കിയപ്പോൾ അവിടെ അലസരായി നിൽക്കുന്നു കുറച്ച് പേര്. അവിടുന്ന് പറഞ്ഞു, മക്കളെ, നിങ്ങൾ അലസരായി നിൽക്കരുത്, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയല്ല, എൻ്റെ പൊന്നും മൊത്തല്ലടാ നീ ഇങ്ങനെ അലസനായി നിൽക്കരുതടാ, നിൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നില്ലടാ, നീ ഇങ്ങനെ താന്തോന്നിയിട്ട് നിൽക്കലടാ, നീ ഇനി വാ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മണിക്കൂറിൽ അവനെ വീണ്ടും മുന്തിരിത്തോട്ടത്തിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ കർത്താവ് നോക്കിയപ്പോൾ 6-ാം മണിക്കൂറും 9-ാം മണിക്കൂറിലും എന്തിനു പറയുന്നു, അവസാന 11-ാം മണിക്കൂറിൽ, 12 മണിക്കൂറാണെങ്കിൽ അവസാനം 11-ാം മണിക്കൂറിലും ഒരുത്തൻ നിൽക്കുന്നത് നീ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും സന്തോഷത്തോടു കൂടെ ജോലി ചെയ്തു, സമൃദ്ധിയോട് സന്തോഷം ജോലി ചെയ്തു. കാരണം എന്താണെന്നറിയോ, കർത്താവ് പറയണം, മക്കളെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ നോമ്പെടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, അല്ലെങ്കിൽ ദിവസം കുർബാനയ്ക്ക് പോകുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ബാക്കിയുള്ള സമയം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഇതാ കർത്താവ് പറയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന സമയത്ത് ഇനി നീ അലസതയോടെ നീ കഴിയരുത്. അലസതയിൽ നീ കഴിയുമ്പോൾ പിശാച് നിന്നിൽ പ്രവർത്തിക്കും. നിൻ്റെ റൂട്ട് മുഴുവൻ തെറ്റിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ വളരെ ക്വിക്കായിക്കൊണ്ട് ദൈവരാജ്യ പ്രഘോഷണ മേഖലയിലേക്ക്, ശുശ്രൂഷ മേഖലയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് കടന്നു പോകാമെന്ന് പറഞ്ഞ് ഒരപ്പൻ്റെ സ്നേഹം അല്ലേ, ധൂർത്തപുത്രൻ്റെ ഉപമ, അത് അവൻ അലസനായി തിരിച്ച് വരുന്നത് നോക്കി നിൽക്കുന്ന ഒരു അപ്പൻ്റെ ഒരു സ്നേഹം നമ്മൾ കണ്ടു. അങ്ങനെ ആ അപ്പൻ ഇങ്ങനെ ഓരോ മണിക്കൂറിലും തൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ആൾക്കാരെ വിളിക്കുകയാണ്. ഇനിയാണ് കഥ മാറാൻ പോകുന്നത്. കൂലി കൊടുക്കാൻ പോകുമ്പോൾ കഥ മാറാൻ പോവുക. അങ്ങനെ ആദ്യ മണിക്കൂറിൽ വന്ന വ്യക്തിക്ക് കർത്താവ് ഒരു ധനാറ കൊടുത്തു. 2-ാം മണിക്കൂറിൽ വന്നവനും ഒരു ധനാറ കൊടുത്തു. 6-ാം മണിക്കൂർ വന്നവനും ഒരു ധനാറ കൊടുത്തു. 9-ാം മണിക്കൂർ വന്നവനും ഒരു ധനാറ കൊടുത്തു. ഇത് കൊടുക്കണത് കാണാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ 11-ാം മണിക്കൂറിൽ വന്നപ്പോഴും ഒരു ധനാറ കൊടുത്തു. ഇത് കൊടുക്കണത് കണ്ടപ്പോഴാണ് ആദ്യ മണിക്കൂറിൽ വന്ന ആള് ചോദിക്കുക, എന്തുട്ട അപ്പനത്, എന്തുട്ട മുതലാളിയാത്, എന്ത് ദൈവമാത്, 12 മണിക്കൂറോളം ഞാൻ അധ്വാനിച്ചവനാണ്. ഈ 12 മണിക്കൂർ അധ്വാനിച്ചിട്ട് എനിക്കൊരു ധനാറ,
അവസാന മണിക്കൂറിൽ വന്നവനെ 1 ധനാറ. ഇത് ന്യായമാണോ? ഇത് നീതിയാണോ? നോക്കിയേ, 1 ധനാറ കൊടുക്കാമെന്ന് പറഞ്ഞ കരാറിലാണ് അവനെ ഉള്ളിലേക്ക് കയറ്റിയത് കേട്ടോ. പക്ഷേ മറ്റുള്ളവർക്ക് ആ പൈസ കൊടുക്കുന്നത് കണ്ടപ്പോൾ, ആ ധനാറ കൊടുക്കുന്നപ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്ത് തോന്നി? അസൂയ തോന്നി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷ മേഖലകളിലെ ഒരു വ്യക്തിയുടെ വളർച്ച മുരടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. ആത്മീയ വളർച്ച മുരടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഈ ഒരു അസൂയയാണ്. കണ്ട, അവൻ വ്യഭിചാരിയാണ്, അവൻ മദ്യപാനിയാണ്, അവൻ ഇന്നലെ മാനസാന്തരം ഉടമിക്കും, അവൻ അങ്ങ് സ്വർഗരാജ്യം കൊടുക്കുക. ഞാൻ എത്ര വർഷമായി സുവിശേഷം കൊടുക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി വചനം കൊടുക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി രോഗികളെ പരിചരിക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി സമൂഹത്തിന് വേണ്ടി ഓടി നടക്കണേ. എന്നിട്ട് ഇപ്പോൾ ഇന്നലെ വന്നോ ശുശ്രൂഷ അവന് എൻ്റെ സെയിം കാറ്റഗറി കൊടുക്കുക അല്ലേ? വല്ലാത്തൊരപ്പൻ. എൻ്റെ ദൈവമക്കളെ, ഈ ക്രിസ്മസിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു അസൂയ ഉണ്ടല്ലോ, ഒരു അസൂയ. അപ്പൻ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തില്ല. 1 ധനാറയ്ക്കല്ല ഞാൻ നിന്നോട് സമ്മതിച്ചിരുന്നത്. നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങി കൊണ്ടുപോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകൾ എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നാണോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നോക്കിയേ, കർത്താവ് പറയാണ്, എനിക്ക് എൻ്റെ സമ്പത്ത്, എൻ്റെ സ്വത്ത് ഞാൻ ആർക്ക് എങ്ങനെ കൊടുക്കുന്നുള്ള അത് എനിക്കല്ലേ ആ പൂർണ്ണ അവകാശമുള്ളത്. സ്നേഹിത, ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചില്ലേ? ഞാൻ നിനക്കൊരു ധനാറ തന്നില്ലേ? നീ എന്തിനാ ഇങ്ങനെ അസൂയപ്പെടുന്നത്? എൻ്റെ ദൈവമക്കളെ, ഇതന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 15 സംഭവിച്ചോ. എന്നെ സംഭവിച്ചേ? ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, 15-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, ധൂർത്തപുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൊട്ടും ആഘോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ ചോദിച്ചു, എന്നാ ചോദിച്ചേ? വേലക്കാരൻ ചോദിച്ചു, എന്താ അവിടെ നടക്കുന്നത്? നിൻ്റെ അനിയൻ തിരിച്ചു വന്നിരിക്കുക, അവനെ കുളിപ്പിച്ച് മോതിരമൊക്കെ ഇട്ടു വസ്ത്രം ഇട്ടുകൊണ്ട് അവിടെ ഒരു കാളക്കുട്ടീനൊക്കെ കൊന്നിട്ടിരിക്കുകയാണ്, അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുക. അപ്പോൾ ഈ അപ്പൻ ഓടി വന്ന്, എന്താ പറഞ്ഞ് നീ ഇറങ്ങി പോകുന്നത്? നിങ്ങൾ ചെയ്ത് വല്ലാത്ത അനീതിയാണ് ചെയ്തത് കേട്ടോ. കാരണം ഞാൻ ഫുള്ള് പകലന്തിയോളം പണിയെടുത്തുകൊണ്ടിരിക്കുക. അവനാണെങ്കിൽ ഇവിടുന്ന് ഉള്ള പൈസയൊക്കെ മേടിച്ച് ഒക്കെ പോയി കണ്ണ് കണ്ട ദൂർത്തടിച്ച് വേശ്യകൾക്കും കൊടുത്ത് പന്നിക്കൂട്ടിലും കിടന്ന് തോന്നിവാസം ചെയ്ത അവൻ പോയി. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാളക്കുട്ടിയും ഒന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂട്ടുകാരൊപ്പം ഒന്ന് ആനന്ദിക്കാൻ ഒരു എന്താ പറയുക, ഒരു ആട്ടുംകുട്ടി പോലും നീ തന്നോ? നീ അനീതിയിലാണ് കാണിക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, പൊന്നുമോനെ, ഇത് മുഴുവൻ നിനക്കുള്ള മോനെ, ഇത് മുഴുവൻ നിനക്കല്ല. നഷ്ടപ്പെട്ടത് അത് ആ തിരികെ വന്നപ്പോൾ അതല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. അവിടെയും അസൂയല്ല കടന്നു വരുന്നത്. ഇതുപോലെ തന്നെ ഇവിടെയും ശുശ്രൂഷ മേഖലയിലേക്ക് ഞാനും നിങ്ങളൊക്കെ കടന്നു വരുമ്പോൾ മറ്റു ജനറേഷൻ, പുതുതലമുറകൾ, പുതിയ വ്യക്തികൾ വളർന്നു വരുമ്പോൾ അത് ആരാകട്ടെ, വൈദികരായാലും സന്യസ്തരായാലും ആത്മാരായാലും ധ്യാനമന്ത്രങ്ങളായാലും ശുശ്രൂഷ മേഖലവരെ ആരായിക്കോട്ടെ, ഒരു ധ്യാനമന്ത്രത്തിന് വളർച്ച കാണുമ്പോൾ ഇപ്പോഴത്തെ ധ്യാനമന്ത്രത്തിന് അസൂയ തോന്നുന്നു. ഒരു ശുശ്രൂഷ മിനിസ്റ്ററുടെ വളർച്ച കാണുമ്പോൾ ഇപ്പുറത്തുള്ളവർക്ക് അസൂയ തോന്നുന്നു. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഈ അസൂയ ഉണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് ഈ നോമ്പ് 25 നോമ്പ് കാലഘട്ടത്തിൽ ഈ അസൂയയെ തച്ചുടയ്ക്കാതെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മുരടിപ്പ് പല സ്ഥലത്തും പല ധ്യാനങ്ങളും മാറി കൂടിയുമ്പോഴും എന്താ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു വളർച്ചയില്ലല്ലോ, എന്താ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കരം വയ്ക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നില്ലല്ലോ, പിശാച് വിട്ടുപോകുന്നില്ലോ എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം, നിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു അസൂയയെ ഈ നോമ്പുകാലത്ത് അറുത്ത് മാറ്റുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടം പോലെ കൊടുത്തോട്ടെ. നിനക്ക് പറഞ്ഞ വാക്ക് കർത്താവ് പാലിക്കുന്നില്ലേ?
ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവം എനിക്ക് നൽകിയ അവസരങ്ങളെ ഞാൻ പ്രയോജനപ്പെടുത്താം. മറ്റുള്ളവർക്ക് എന്ത് എന്ന് മാറ്റിക്കൊണ്ട് ഈ ഒരു നോമ്പ് കാലത്ത് ഇങ്ങനെ കർത്താവെ, അവരുടെ വളർച്ച, ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച, അത് വളർന്നോട്ടെ, ഞാൻ അതിൽ നോക്കിക്കൊണ്ട് ഞാൻ അസൂയപ്പെടുന്നില്ല. പക്ഷെ എൻ്റെ വളർച്ച അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ആ വളർച്ചയിൽ ദൈവം സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഈ വെറുപ്പ്, അസൂയെ എടുത്തു മാറ്റിക്കൊണ്ട് ഈ നോമ്പ് നമുക്ക് ശക്തിപ്പെടാം. ആമേൻ.